ഏലിയൻസ്, അന്യഗ്രഹ ജീവികൾ. മനുഷ്യൻ ആലോചിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ മനുഷ്യൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന പോലെ മറ്റ് ഗ്രഹങ്ങളിലും ജീവന്റെ എന്തെങ്കിലും അംശമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പല ഗവേഷണങ്ങളും പല റിസർച്ചുകളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമല്ല, മറിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ ഏകദേശം 52 പ്രാവശ്യം ഏലിയൻസ് തട്ടിക്കൊണ്ടുപോയി എന്നും അവരെ വെച്ച് പലതരത്തിലുള്ള റിസർച്ചുകൾ നടത്തി എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അവരാരാണ് എന്നും അവരുടെ ജീവിതത്തിലാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 50 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ബ്രിട്ടനിലുള്ള ഒരു TV ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയും ചെയ്തു. അദ്ദേഹം നമ്മുടെ നാട്ടിലെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പോലത്തെ ഒരു ഷോ, അതേപോലത്തെ ഷോ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ഒരു സ്ത്രീ പോവുകയും ചെയ്തു. ആ ഒരു ഷോയിൽ വെച്ച് ഈ സ്ത്രീ പറഞ്ഞത് ഏകദേശം 52 പ്രാവശ്യത്തോളം ഏലിയൻസുകൾ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നും ഈ ഒരു സ്ത്രീയെ വെച്ച് പലതരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട് എന്നുമാണ് ഈ ഷോയിൽ വെച്ച് വെളിപ്പെടുത്തിയത്. എന്നാൽ ജീവിതത്തിൽ അങ്ങനെ എന്താണ് ആദ്യം മുതൽ നമ്മൾ നോക്കിയാൽ ഏകദേശം ഈ കുട്ടിയുടെ 6ാമത്തെ വയസ്സിൽ, അതായത് 1982 ഈ കുട്ടിയെ ആദ്യമായി ഏലിയൻസ് കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി ഈ കുട്ടിയുടെ വീട്ടിന്റെ വെളിയിൽ വെച്ച് ഒരു UFO അല്ലെങ്കിൽ ആകാശത്തിൽ പറന്നുകൊണ്ടിരുന്ന ഒരു ഒബ്ജക്റ്റിനെ ഈ കുട്ടി ആദ്യമായി കാണുകയും കുറച്ച് നേരങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ഒബ്ജക്റ്റ് ഈ കുട്ടിയുടെ റൂമിന്റെ ജനലിലേക്ക് അടുത്തേക്ക് വരികയും ചെയ്തു എന്നാണ് കുട്ടി പറഞ്ഞത്. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ റൂം മുഴുവനായി ഒരു വെള്ള വെളിച്ചം നിറയുകയും അതേ തുടർന്ന് ഈ കുട്ടിക്ക് ആ റൂമിലുള്ള ഒരു വസ്തുവിനെയും കാണാൻ സാധിക്കാത്ത രീതിയിൽ, അവരുടെ കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല വെളിച്ചമായിരുന്നു ഈ കുട്ടി റൂം മൊത്തം ഉണ്ടായിരുന്നു എന്നും ഈ കുട്ടിയെ മെല്ലെ ആ വെളിച്ചം ആകാശത്തേക്ക് വലിച്ചെടുക്കുന്ന പോലെ കുട്ടി തോന്നി എന്നുമാണ് ഈ കുട്ടി ആദ്യമേ പറഞ്ഞത്. അതിനുശേഷം ഈ കുട്ടി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ റൂമിൽ തന്നെയായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഒരു അടയാളം ഈ കുട്ടി കാണുകയും ചെയ്തു. അതിനുശേഷം ഇത് പിന്നെയും നടന്നുകൊണ്ടിരിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഓരോ പ്രാവശ്യവും ഇവർ ഇതേപോലെ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴും ഈ കുട്ടിയുടെ ശരീരത്തിൽ ഓരോ അടയാളങ്ങൾ അവർ മിച്ചം വയ്ക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ലോകത്തോട് ഈ കുട്ടി ആദ്യമായി ഈ കാര്യമെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടിയെ എല്ലാവരും ഒരു കുട്ടിക്ക് മാനസിക നില പ്രശ്നമുള്ളൊരു കുട്ടിയായിട്ടാണ് അവിടെ വീട്ടുകാരായാലും നാട്ടുകാരായാലും ആദ്യമേ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേദനകളാണ് സഹിക്കേണ്ടി വന്നത്. എന്നാൽ ഈ കുട്ടി പറയുന്നത് ആരും തന്നെ വിശ്വസിക്കാതാവുകയും, എന്നാൽ ഈ കുട്ടിയെ ഇതേപോലെ ഏലിയൻസ് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയം അല്ലെങ്കിൽ എപ്പോഴൊക്കെ അവർ വരുമെന്നുള്ള സമയം പോലും ഈ കുട്ടിക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ചില സമയങ്ങളെല്ലാം അവർ വരുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് നേരത്തെ തന്നെ അവർ വരുന്നുണ്ട് എന്ന് അറിയാൻ പറ്റുമെന്നാണ് ഈ കുട്ടി പറഞ്ഞത്. ഇതിൽ പല പ്രാവശ്യമായി താൻ പലതരത്തിലുള്ള UFOകളിൽ കയറിയിട്ടുണ്ട് എന്നും അതിലുള്ള എല്ലാ വസ്തുക്കളും ഈ കുട്ടി കണ്ടിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാളും എത്രയോ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികളാണ് അവർ ഉപയോഗിക്കുന്നതെന്നും ടെക്നോളജികൾ ഉപയോഗിച്ചാണ് അവർ മനുഷ്യരെ വെച്ച് പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ നടത്തുന്നുണ്ട് എന്നും മനുഷ്യരെ കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടി അവർ പിന്നെയും എത്രയോ പേരെ ഇതേപോലെ കടത്തിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. ഷോയിലുള്ള ഒരു UFOന്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലെല്ലാം എങ്ങനെയായിരുന്നു എന്നും ഏലിയൻസ് എന്ന് പറയുന്ന ആ ഒരു ജീവികൾ ഏത് രൂപത്തിലായിരുന്നു എന്നെല്ലാം എല്ലാ ട്രീറ്റ്മെന്റുകളും നടത്താൻ പറ്റുന്ന പോലെ എല്ലാ സജ്ജീകരണമുള്ള ഒരു ലാബായിരുന്നു ആ കുട്ടി ആദ്യമേ ആ ഒരു UFOയിൽ കണ്ടതെന്നും അതുമല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഏലിയൻസ് എല്ലാം സിൽവർ കളറിലായിരുന്നു എന്നും അവരെല്ലാവരും മനുഷ്യരെക്കാളും എത്രയോ ഹൈറ്റ് ആയിരുന്നു എന്നുമാണ് ഈ ഒരു സ്ത്രീയുടെ അടുത്ത് ആ ഏലിയൻസിന്റെ ചിത്രങ്ങൾ തങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സ്ത്രീ നേരിട്ട് കണ്ടിട്ടുള്ള ഏലിയൻസിന്റെ ചിത്രങ്ങൾ ഈ ഒരു സ്ത്രീ നേരത്തെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട് എന്നും ഈ സ്ത്രീ വരച്ചു വെച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ആ ഷോയിൽ വെച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഷോ കഴിഞ്ഞ ശേഷവും ഈ ഒരു സ്ത്രീക്കെതിരെ ഇതെല്ലാം വെറും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവർ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് ഇവരെ വീണ്ടും കുറ്റപ്പെടുത്താനും ഇവരെല്ലാവരും വേദനിപ്പിക്കാനും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. ഇതേപോലെ ട്രാവിഡ് വാൽസൺ എന്ന് പറയുന്നൊരു വ്യക്തിയെയും ഇതേപോലെ ഏലിയൻസ് കടത്തിക്കൊണ്ടു പോവുകയും
ആ വ്യക്തിയെയും ഏകദേശം 15 ദിവസത്തോളം അവർ പലതരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട് എന്നും ഇതിനെല്ലാം ശേഷം താൻ നേരിട്ട് ഏലിയൻസിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വ്യക്തി പറഞ്ഞതും ഇപ്പോൾ ഈ പൗല എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞതും ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെ നമ്മളെല്ലാം കേൾക്കുന്ന ഈ പലതരത്തിലുള്ള കഥകളാണ് നമുക്ക് ഇപ്പോഴും വിശ്വാസമാകുന്നത്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയും നിങ്ങൾക്ക് ഏലിയൻസിന് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഏലിയൻസ് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.